ബാക്കിയുള്ള നാടുകളിൽ മുഴുവൻ പിന്നെ ജാതിയും ഇത് കൊടികുത്തി വാഴുമ്പോൾ ഉത്തര മലബാറിൽ തെയ്യം കെട്ടി വരുന്ന ഒരാൾക്ക് ഇല്ലത്തും ഇറയത്ത് വരെ വരാം. തെയ്യം കെട്ടിയാൽ അയാളുടെ ജാതിയൊക്കെ പോയി, അയാൾ ദൈവമായി മാറി. അങ്ങനെ ഒരു കൺസെപ്റ്റ് ഉണ്ട്. നമുക്ക് വളരെ ആത്മബന്ധമുള്ള സംഭവം അതൊക്കെ. ആ കെട്ടിയ ആളുടെ കറുത്ത നിറവും ഇതൊന്നും നമ്മൾ ആലോചിക്കില്ല. തെയ്യം കെട്ടിയിട്ട് വന്നാൽ അവർക്ക് ഫുൾ സ്വാതന്ത്ര്യമാണ്. ഇപ്പോൾ ഇവിടെയൊക്കെ അവരൊക്കെ അന്നേ നമ്മുടെ അകത്തേക്ക് കയറി വരാറുണ്ട്. ഇവിടെയൊക്കെ എപ്പോഴാണ് പണ്ട് നമ്മളെ നാലുകെട്ടിലൊക്കെ വരും തെയ്യം കിട്ടിയിട്ട്, അവർക്ക് അങ്ങനെ വരാൻ സൗകര്യമുള്ളൂ. എന്നാലും ഒരു എതിർപ്പില്ല. എവിടെ കുളിക്കുകയൊന്നും വേണ്ട, അശുദ്ധിയൊന്നുമില്ല, അത്ര അടുപ്പായിരുന്നു. അതുകൊണ്ടാണ് അവരായിട്ട് എനിക്ക് ബന്ധമുണ്ടായത്. എൻ്റെ കൂടെ പഠിച്ചിട്ടുള്ള കുട്ടികളൊക്കെ പലരും ഈ വണ്ണാന്മാരും മലയന്മാരും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ അവരെയൊക്കെ ഭയങ്കരമായിട്ട് കലാകാരന്മാരുള്ളവർക്ക് ഇഷ്ടപ്പെട്ടിരുന്നത്. ഭയങ്കര താളാബോധമുള്ള ആൾക്കാരാണ്. ശ്രുതി അതിനോട് തന്നെ ചേർത്ത് ചോദിക്കാവുന്നതാണ് ഈ കതികന്നൂർ വീരനെ നോമ്പ് നോറ്റിരുന്നു. അതെ, ശരിക്കും ഈ തെയ്യം അറിയുന്ന ഒരാൾക്ക് മാത്രമേ ഇത് പറയാൻ പറ്റുള്ളൂ, എല്ലാം പറയാൻ പറ്റില്ല. ശരിയാ, അതെ, അതാണ്. ഏഴിമലയോളം മേലേക്ക് ഏഴുകോലാഴം താഴേക്ക് കോലത്തു നാടിൻ്റെ വക്കോളം നാട്ടരയാലിൻ്റെ വേരുണ്ട്. വേരു തീണ്ടിച്ചെന്ന മണ്ണിലെല്ലാം നാട്ടരങ്ങത്തെ പൊടിപ്പുണ്ട്. ആല് തെഴുത്തേടം ആൽത്തറക്കാവും വാളും വിളക്കും അതിലുമുണ്ട്. ഇതൊക്കെ ജീവിതമായിട്ട് ബന്ധപ്പെട്ട ആലിൻ്റെ വേര് ഇങ്ങനെ പടർന്നു കിടക്കുകയാണ് നമ്മളിലേക്ക്. അതുകൊണ്ട് സംഗീതത്തിലെ കർണാടക ആ പാരമ്പര്യം അല്ലാതെ നമ്മുടെ ഫോക്ക് പാരമ്പര്യം എങ്ങനെയായിരുന്നു മലയാളം, പ്രത്യേകിച്ച് പാട്ടിൽ ഇപ്പം രാഘവ മാഷിൻ്റെയൊക്കെ സംഗീതത്തിൽ ഈ ഫോക്ക് പാരമ്പര്യം? അതെ, രാഘവ മാഷൊക്കെ തലശ്ശേരി ഇതിൻ്റെ നടുവിലല്ലേ ഇരിക്കുന്നത്, തീർച്ചയായിട്ടും. അപ്പോൾ താങ്കളുടെ എഴുത്തിലും ഈ വളരെ ശക്തമായിട്ടുള്ള ഈ ഒരു സ്വാധീനമുണ്ടല്ലോ, ഈ ഫോക്ക് അല്ലെങ്കിൽ തെയ്യത്തിൻ്റെയും അല്ലെങ്കിൽ അത് അവിടെ നിന്നുള്ള ആ അനുഭവം തന്നെയാണ്. അതെ, ശരിക്കും അതെ. ഈ ഫോക്ക് തന്നെയാണ് മറ്റു തരത്തിലെ തിയേറ്ററായിട്ട് തങ്ങളുടെ എനിക്കൊന്നും ഏറ്റവും വ്യത്യസ്തമായ രചനകളിലൊന്നാണ് ഈ ചടുല താളത്തിലുള്ള അന്തിക്കടപ്പുറത്തൊരു. അതെ, അതെങ്ങനെ അതിൻ്റെ ഒരു പാട്ടിൻ്റെ പിറവി എന്തായിരുന്നു എന്ന് പറയാം? ഇല്ല, അത് പെട്ടെന്ന് എഴുതണമെന്ന് പറഞ്ഞു. പിന്നെ ജോൺസനെ മദ്രാസിൽ നിന്ന് വരുത്തി. ജോൺസനെ ഞാനും കൂടി അവിടെ നിന്ന് വരികയത്. എന്നിട്ട് ഞങ്ങൾ പിന്നെ ഭരതേട്ടൻ്റെ വീട്ടിൽ തന്നെ ഇരുന്നു. പുറത്തിരുന്നിട്ട് ഞങ്ങളിങ്ങനെ തുടങ്ങിയപ്പോൾ ജോൺസണിങ്ങനെ പെട്ടിയിട്ട് ജോൺസനെ മനസ്സിലുണ്ടായിട്ടോ അത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഞാൻ എഴുതി. ഫുൾ പാട്ട് കഴിയുമ്പോൾ അത് ഒരേപോലെയാണ് കഴിഞ്ഞത്. അപ്പോൾ അതിന് പലതും ചമ്പു പ്രബന്ധങ്ങൾ എന്നെ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. ചത്വരവീഥികൾ അരജർ വരുന്നൊരു അത്ഭുതമുടയ നടക്കാവുകളിൽ പണ്ടത്തില്ലേ, അതൊക്കെ എനിക്ക് അതിൻ്റെ നാക്കലൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ പെട്ടെന്ന് തന്നെ വന്നു. ടകടകടകാന്ന് ഒരു പ്രശ്നമില്ല. അത് കേൾക്കുമ്പോൾ തന്നെ നമ്മൾ ഉള്ളിൽ വരും. അങ്ങനെ വന്നു. അന്ന് പഠിച്ചതുകൊണ്ട് ഇത്യാദികളിൽ വിശുദ്ധി വരുത്തി കലിതവിധാനം കനവിൽ ഓരോരോ കാഴ്ചകൾ കാണുവാൻ കമലാക്ഷീണാം കനകത്തറകൾ ഇത് അനവധി തീർന്നു എന്നൊക്കെയുള്ളൊരു രീതിയുണ്ട് നമ്മളെ. ഇതൊക്കെ വേണം എന്നിട്ട് അതിനെ നമ്മുടെ ഈ സമകാലിക കാര്യങ്ങളോട് ചേർക്കുകയും അതിന് താളം ഉണ്ടാവുകയും സംഗീതം ഉണ്ടാവുകയും ആ സിനിമയ്ക്ക് ചേരുകയൊക്കെ ചെയ്യണം. ഇതൊക്കെ ചെയ്തോളണം. ആ നിമിഷത്തിനുള്ളിൽ തന്നെ നടക്കണം. അല്ലെങ്കിൽ വേറെ ആൾ പോവുക എടുത്തേ ഉള്ളൂ. വേറെ ആരും വരാനില്ലാത്തതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു അത്രേ ഉള്ളൂ. സംശയമില്ല, ദൈവികമാണെന്ന് ഞാൻ വിശ്വസിക്കും. ആത്മീയമാണ്, ആത്മാവിനെ സംബന്ധിച്ചാണ്. ദൈവം ഇതൊക്കെ നമ്മുടെ സങ്കല്പങ്ങളാണ്. നേരത്തെ പറഞ്ഞ ഈ പാട്ടുമായിട്ട് ബന്ധപ്പെട്ടാണ് MG ശ്രീകുമാറുമായിട്ട് ചില അതൊന്നുമില്ല. ശ്രീകുമാറായിട്ട് എനിക്ക് പ്രശ്നമൊന്നുമില്ല. അവർ തോന്നലാണ്, അവരുടെ അസൂയ. ചിലപ്പോൾ അയാളങ്ങനെ ചെയ്തു എന്നല്ല. പക്ഷേ ദാസേട്ടൻ എന്ന് പറഞ്ഞ വലിയൊരു മഹാമേരു അവിടെ നിൽക്കുന്നുണ്ട്. ഞാൻ അവരെ തന്നെയാണ് എപ്പോഴും ആരാധിക്കുന്നത്. എനിക്ക് ദാസേട്ടൻ എന്ന് പറഞ്ഞ ആരാധനയാണ്. ആ ആരാധന ഇവർക്കൊന്നും പിടിക്കാൻ പറ്റില്ല. ആ വ്യത്യാസമേ ഉള്ളൂ. അല്ലാതെ ഒരിക്കലും ശ്രീകുമാരൻ നല്ല പാട്ടുകാരനാണ്, നല്ല സുഹൃത്താണ്, അതൊക്കെ എനിക്കിഷ്ടമാണ്. അവരുടെ വീട്ടിൽ നിന്ന് ഞാൻ തുടങ്ങിയതാണ് പണ്ട് രാജചന്ദ്രനായിട്ട്. അതൊക്കെ അതുപോലെ ഉണ്ട്. പക്ഷേ ദാസേട്ടനായിട്ട് താരതമ്യപ്പെടുത്തേണ്ട കാര്യമില്ല, അത്രേ കാര്യമുള്ളൂ.
അല്ലാതെ അവർ തമ്മിൽ ബന്ധപ്പെട്ട് എനിക്ക് ആരായിട്ട് പ്രശ്നമില്ല. ഞാനൊരിക്കലും എൻ്റെ ഒരു പാട്ട് ഇയാൾ വേണ്ട വേറെ ആൾ പാടണമെന്ന് ഞാൻ പറയില്ല, പറഞ്ഞിട്ടുമില്ല, ഇന്ന് വരെ പറഞ്ഞിട്ടില്ല. അങ്ങനെ ചോദിച്ചിട്ടുണ്ടോ? സംവിധായകൻ ചോദിച്ചിട്ടുണ്ടോ? എല്ലാവരും ചോദിക്കും, എല്ലാവരും ആഗ്രഹിക്കും, ഞാനും ആഗ്രഹിക്കും, പക്ഷെ പറയാറില്ല. അത്രയേ ഉള്ളൂ. സംശയമില്ലാത്ത കാര്യം ഇന്ത്യയിൽ തന്നെ അദ്ദേഹമാണ്. അത്രയും തപസ് ചെയ്തിട്ടുള്ള ഈശ്വര തുല്യമായിട്ടുള്ള ശബ്ദമുള്ള വേറെ ഒരാൾ ഇന്നുവരെ ജനിച്ചിട്ടില്ല, എനിക്കതറിയാം. ഈ ദാസേട്ടനുമായിട്ട് ഒരു തവണ ഒന്ന് പിണങ്ങുകയില്ലായിരുന്നു ഔസേപ്പ് ബച്ചൻ വിഷയത്തില്? ഔസേപ്പ് ബച്ചൻ ദാസേട്ടനുമായി പിണങ്ങുകയും അതൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളല്ലോ. അത് ചെറിയ എന്തോ വിഷയം, ഏത് വിഷയമാണെന്ന് അറിയില്ല. അങ്ങനെയൊന്നും പിണങ്ങാനൊന്നും പറ്റില്ല ആർക്കും. കലാകാരന്മാർക്ക് എപ്പോഴും ആവശ്യമില്ലേ. ചിലപ്പോൾ ഞാനും നേരെയാക്കിയിട്ടുണ്ട്. അന്ന് നേരെയാക്കാൻ ഞാനും പോയിരുന്നു ദാസേട്ടനോട്. ദാസേട്ടൻ പാടി കൊടുക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇത് എൻ.ജി. ശ്രീകുമാറിന്റെ ചോദിക്കുമ്പോഴാണ് അതുമായിട്ട് ബന്ധപ്പെട്ട് കേട്ടിട്ടുണ്ട്. തിരുവനന്തപുരം ക്ലിക്ക് ഒരിക്കൽ ജഗദീഷ് താങ്കളോട് പറഞ്ഞു അത് സത്യമാണ്. പുറത്താക്കാൻ പറ്റും. അത് ജഗദീഷാണ് പറഞ്ഞത്, അല്ലാതെ ശ്രീകുമാറൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ. ജഗദീഷ് പറഞ്ഞ സത്യം എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഇല്ല, അയാൾ ഞങ്ങളുടെ ആളാണ്, നിങ്ങൾക്ക് അയാളെ ഔട്ടാക്കാനൊന്നും പറ്റില്ല, നിങ്ങൾ ഔട്ടാവും എന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട്. പറ്റിയിട്ട് ഇയാൾ പറഞ്ഞു ജഗദീഷ്. അങ്ങനെയാണ് ഞാൻ ഔട്ടാവുന്ന പറഞ്ഞു. ഞാനൊന്നും പറഞ്ഞില്ല. ഞാൻ എന്തിനു പറയാൻ, അയാൾ പറയട്ടെ, ഞാനൊന്നും പറഞ്ഞില്ല. പക്ഷേ എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഉണ്ടത്. അയാൾ പറഞ്ഞത് സത്യമാണ്, അയാൾ നിഷേധിച്ചിട്ടില്ല. ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ വെച്ചാൽ അതൊരു 25 കൊല്ലം മുമ്പാണ്, 30 കൊല്ലം മുമ്പ്. അതൊന്നും നടക്കാൻ പോകില്ല. എന്നെ ഒന്നും ചെയ്യാൻ പോകുന്നില്ല, എനിക്കറിയാം. ഒന്നും ചെയ്യാൻ പോകുന്നില്ല, ആർക്കും ഇപ്പോഴും ഒന്നും ചെയ്യാൻ പറ്റില്ല. ഉണ്ടായിട്ടുണ്ടാവാം, ഞാനതൊന്നും ബന്ധപ്പെടാറില്ല. എനിക്ക് എല്ലാവരും ഇപ്പം പ്രിയനാണല്ലോ എൻ്റെ പ്രധാനപ്പെട്ട. പ്രിയൻ്റെ ഏറ്റവും നല്ല പാട്ടുകളൊക്കെ ഞാനാണ് എഴുതിയത്. പ്രിയൻ ഏറ്റവും പറയും അമ്പലപ്പുഴയാണ് അയാളെ ഏറ്റവും മനോഹരമായ ഗാനെന്ന്, അത് ഞാൻ എഴുതിയത്. അവർക്ക് ഒഴിവാക്കാൻ പറ്റില്ല എന്ന് എനിക്കറിയാം. അസൂയയാണ് ഏറ്റവും വലിയ ക്ഷീണം. ഞാനൊന്നും അസൂയപ്പെടാറില്ല. ഞാൻ കഴിഞ്ഞുപോയ ആൾക്കാരെ പറ്റി ഞാൻ അസൂയപ്പെടുന്നു. പിന്നെ ഞാൻ അസൂയപ്പെടണമെങ്കിൽ എല്ലാവരുടെയും അസൂയപ്പെടും. ഭാസ്കരൻ മാഷ്, വയലാറ്, ഇവരൊക്കെ വയനു സാറ്, ഇവരൊക്കെ അസൂയാർഹമായിട്ടുള്ള കഴിവുള്ള ആൾക്കാരല്ലേ. ഞാൻ എന്തിനാ അസൂയപ്പെടുന്നു? ഞാൻ എൻ്റെ പണി ചെയ്യുക, അത്രയുള്ളൂ. അവർ ചെയ്യേണ്ടതൊക്കെ ചെയ്തു പോയി, എനിക്ക് ചെയ്യേണ്ടത് ഞാൻ ചെയ്യും. അത് അത്ര ശ്രദ്ധയോടുകൂടി ചെയ്തത്. ശ്രദ്ധയോടുകൂടി ചെയ്തുകൊണ്ട് ഇപ്പോഴും അത് നിലനിൽക്കുന്നു. അശ്രദ്ധമായിട്ട് ഒരു ട്യൂണ്, ശരി ഒരു ട്യൂണ് ഞാൻ എഴുതിക്കോ, അങ്ങനെ എഴുതിയിട്ടേ ഇല്ല. എല്ലാം ശ്രദ്ധയോടുകൂടി ആത്മാർത്ഥമായിട്ട് എഴുതിയിട്ടുള്ളൂ. അയ്യോ അതെ, അതിന് മുമ്പേ എഴുതിയത് തുടങ്ങിയ. അതെ, 70s-ലാണ്. ഭയങ്കര അടുപ്പാണ്. ഇപ്പോഴും എന്നോട് ഇഷ്ടമാണ്. മാത്രമല്ല, നാഷണൽ അവാർഡിന് അദ്ദേഹം കമ്മിറ്റിയിലുണ്ടായ സമയത്ത് എന്നോട് പറഞ്ഞ അദ്ദേഹം ആ പ്രാവശ്യം ഈ താരം വൽക്കണ്ണാടി നോക്കി എന്നുള്ള പാട്ട്, ആ പടം വന്നിരുന്നു. അതിൽ വരികയും ഈ പാട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്തു. അപ്പോൾ അത് ഇതിൽ എഴുതിയിട്ടില്ല. ഉടനെ തമ്പിച്ചേട്ടനാണ് അത് ഇംഗ്ലീഷിൽ പരിഭാഷപ്പെടുത്തിയിട്ട് എല്ലാവർക്കും കോപ്പി കൊടുത്തു. അങ്ങനെ ഫൈനലോട് വന്നിരുന്നു എന്ന് എന്നോട് തമ്പിച്ചേട്ടൻ പറഞ്ഞു. അത് അത്ര ഇഷ്ടമാണ് എന്നോട്. അങ്ങേക്ക് ശേഷം വന്നതിൽ തന്നെ അകാലത്തിൽ പൊലിഞ്ഞുപോയി എന്ന് പറയാവുന്ന ഒരാളാണ് പുത്തഞ്ചേരി. അതെ, പുത്തഞ്ചേരിയുടെ കോൺട്രിബ്യൂഷൻസിന് എങ്ങനെയാണ്? ഭയങ്കര ഇഷ്ടമാണ്, നല്ല സംഭവം. പക്ഷേ പുള്ളി പലപ്പോഴും നെഗറ്റീവായി പോയെന്നൊരു വിഷമമുണ്ട്. ഞാൻ പറയാറുണ്ട്, അവനോട് തന്നെ പറയാറുണ്ട്. ഇപ്പോൾ സൂര്യകിരീടം വീണുടഞ്ഞു പറയേണ്ട കാര്യമില്ല. ഞാൻ നീ എന്തിനു വെറുതെ അങ്ങനെ പറയുന്നത്? അതുപോലെ നെഞ്ചിലെ പിരിശങ്കിലെ തീർത്ഥമെല്ലാം മാർന്നുപോയി. അപ്പോൾ അങ്ങനെ എഴുതിക്കൂടാ മോനെ? എനിക്ക് സങ്കടമായി ഇപ്പോഴും. അതെ, അവനോട് ഞാൻ അങ്ങനെ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ എഴുതിക്കൂടാ എന്ന് പറയുന്നു. അയാൾക്ക് അതൊന്നുമില്ല. ആദ്യം ഇവിടുന്ന് പോകുമ്പോൾ അതൊന്നുമില്ലായിരുന്നു. ഈ കൂട്ടിലാണ് സംഭവിച്ചത്. സാധു കുട്ടിയാണ് ഇവിടുത്തെ, ഈ പുത്തഞ്ചേരിയിലൊരു സാധു കുട്ടിയാണ്. എൻ്റെ ഭയങ്കര ആരാധകനായിരുന്നു. എന്നെ എവിടെ കണ്ടാലും എൻ്റെ കൂടെ കൂടും. അങ്ങനെയായിരുന്നു.
അന്ന് ആര്യൻ്റെ ഷൂട്ടിങ്ങിനൊക്കെ അവൻ വന്ന് കാണുന്നത് എനിക്ക് ഓർമ്മയുണ്ട് ഇപ്പോഴും. അത്ഭുതമായിരുന്നു അവന്. ഞാൻ എഴുതി അതിൽ മന്ത്രങ്ങൾ ചൊല്ലി പാടി അത് അഭിനയിച്ചു. അവനിങ്ങനെ എന്നെ അന്തം വിട്ട് നോക്കിയത് എനിക്ക് ഓർമ്മയുണ്ട്. പിന്നെ അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്തു. നല്ല പാട്ടുകളായിരുന്നു അല്ലേ? കൈക്കൊടുന്ന നിലവിൽ നല്ല പാട്ടാണ്. എനിക്കിഷ്ടമായിരുന്നു അയാളെ. അയാൾ മരിച്ചിട്ട് പ്രസിദ്ധീകരിച്ചിട്ടുള്ള അയാൾ എഴുതിയൊരു സാധനം ഉണ്ടായിരുന്നു. അതിൽ തന്നെ ഗുരുവായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. എനിക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ഞാൻ തിരുമേനി വിളിക്കും എന്നതിൻ്റെ കേരള കലാകൗമുദിയിൽ ആ ലാസ്റ്റ് പേജിലൊരു സാധനം ഉണ്ടായിരുന്നു. അത് മരിച്ചതിന് ശേഷമാണ് ഇയാളുടെ ഇൻ്റർവ്യൂ പ്രസിദ്ധീകരിച്ചത്. അടുത്ത ആഴ്ച എനിക്ക് ഓർമ്മയുണ്ട് ഇപ്പോഴും. നമ്മളെന്തിനാണ് വേറെ കുട്ടികളാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ആൾക്കാർ. ഒരു വാസനയുള്ള ആൾക്കാരെയൊന്നും ഞാൻ വെറുക്കാറില്ല. എപ്പോഴും എൻ്റെ കൂടെ ചേർക്കാറുള്ളൂ. ആര് പാടുന്ന ആളായിരുന്നു തിരക്കില്ല, എഴുതുന്ന ആളായിരുന്നു, എനിക്കതൊന്നും പ്രശ്നമില്ല. എനിക്ക് എൻ്റേതായ ഒരു വഴിയുണ്ട്. അതെനിക്ക് തെളിച്ചു തന്നിട്ടുണ്ട്. എന്നെ ആവശ്യമുള്ളവർ എന്നെ വിളിക്കുകയുള്ളൂ, അതെനിക്കറിയാം. പക്ഷെ അതുകൊണ്ട് എനിക്ക് വേറെ ആളെ ഇതാക്കേണ്ട വിഷമിപ്പിക്കേണ്ട ഒരു കാര്യമില്ല. ഞാൻ ചെയ്യില്ല. എനിക്കൊന്ന് അങ്ങയുടെ ഒരു രാഷ്ട്രീയം ഒരു തരത്തിൽ റിഫ്ലക്ട് ചെയ്ത ഒരു വർക്കായിരുന്നു ബാബറി മസ്ജിദ് തകർന്ന സമയത്ത് തന്നെ വാത്സല്യം ഞാൻ എഴുതിയിട്ടുണ്ട്. അപ്പോൾ വളരെ അതൊന്നും നമുക്ക് സഹിക്കാൻ പറ്റില്ല. സർപ്രൈസിംഗ് ആണ്. അതിൽ തന്നെ എഴുതുന്നുണ്ട് രാമായണം കേൾക്കാതെ അത് കേൾക്കുക. അലയും കാറ്റിൻ ഹൃദയം അരയാൽ കൊമ്പിൽ തേങ്ങി പോല പുടവത്തുമ്പിൽ. കാലം പാടം കണ്ണീരൊപ്പി രാമായണം കേൾക്കാതെയായി പൊന്മൈനകൾ മിണ്ടാതെയായി. അന്ന് എഴുതിയത്, അന്ന് രാത്രി എഴുതിയത് ആ പാട്ട്.